ഹലോ, ഇന്ന് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ. ഇന്നത്തെ ദിവസം ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് കാണാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും സൊസൈറ്റിയിൽ ഒരു ഈക്വൽ പാർട്ടിസിപ്പേഷനും ചാൻസസും വേണം എന്നുള്ളതുകൊണ്ടാണ്. ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് വേർ എ ചൈൽഡ്സ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ ആസ് വെൽ ആസ് ബിഹേവിയർ ഈസ് ബീങ് affected. Hi all, I'm Aniga, psychology intern at Takara Foundation. I'm Aisha Tashika, I'm an OT intern. I'm Shibila, SLP intern. ഇപ്പോൾ ഓട്ടിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് SLP പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഡിലേഡ് ആയിട്ടുള്ള സ്പീച്ച് ആയിരിക്കും, നെയിം കോളിന് റെസ്പോൺസ് തരാണ്ടിരിക്കുക, പിന്നെ ഇൻസ്ട്രക്ഷൻ മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ, അവരുടെ ഏജ് അനുസരിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. OT പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ കുഞ്ഞിക്ക് സെൻസറി ഇഷ്യൂസ്, ഏരിയൽ ഡിഫിക്കൽട്ടീസ്, അതുപോലെ തന്നെ പ്ലേ സ്കിൽസിലുള്ള ഡിലേ ഇവയെല്ലാം കാണാൻ സാധ്യതയുണ്ട്. സോ വെൻ ഇറ്റ് കംസ് ടു സൈക്കോളജി, നമ്മുടെ ഒരു ടേംസിൽ പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ മേ ബി അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻസോ സോഷ്യൽ കോൺടാക്ട്സോ ഇനിഷ്യേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവാം. അതല്ല, ഇനിഷ്യേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിൽ തന്നെ അവർക്കത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചില കേസസിൽ അവർക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും, റുട്ടീൻസ് ഭയങ്കര റിജിഡ് ആയിരിക്കാം. അപ്പോൾ അവരുടെ എവറിഡേ ഉള്ള കാര്യങ്ങളിൽ പോലും ചെറിയ മൈനർ ചേഞ്ചസ് പോലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ റുട്ടീന് ഭയങ്കര ഫിക്സ്ഡ് ആയിരിക്കാം. മേ ബി അതല്ലെങ്കിൽ കുട്ടികളിൽ എക്കൊലേലിയ എന്ന് പറയും, അതായത് നമ്മളൊരു കേട്ട ഒരു സൗണ്ടോ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഹാൻഡ് ഫ്ലാപ്പിംഗ് എന്ന് പറയും, അതായത് റിപ്പീറ്റേറ്റീവ് ആക്ഷൻസ്. ഇതൊക്കെയാണ് മെയിൻലി കുട്ടികളിൽ കാണാറ്. സോ വെൻ ടു സീക്ക് ഹെൽപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, ഡിലേഡ് സ്പീച്ച്, അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ്, ലാക്ക് ഓഫ് ഐ കോൺടാക്ട്, ബിഹേവിയറൽ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഇമോഷണൽ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ പ്ലേ സ്കിൽസിലുള്ള ഡിലേ, സെൻസറി പ്രോബ്ലംസ് ലൈക്ക് the child will have difficulty in tolerating certain textures like food texture ആയിക്കോട്ടെ, certain cloth texture ആയിക്കോട്ടെ, they will have difficulty tolerating it and they will be very sensitive to certain sound or light. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു ഓട്ടിസം ഉള്ള കുട്ടിക്ക് തെറപ്പീൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ സ്പീച്ചിൽ, OT-യിൽ, സൈക്കോളജിയിൽ വേരിയസ് തെറപ്പീസ് അവൈലബിൾ ആണ്. ഈ തെറപ്പീസ് കൊടുക്കും വഴി ആ കുട്ടിക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ, അതായത് സെൻസറി ഇഷ്യൂസ്, സ്പീച്ച് ഡിലേ, കമ്മ്യൂണിക്കേഷന്, അതുപോലെ ADL-ൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ തെറപ്പീസ് സഹായിക്കുന്നതാണ്. സോ സ്പീക്കിംഗ് അബൌട്ട് ദ റോൾ ഓഫ് പേരൻസ്, ഇപ്പോൾ പേരൻസ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ്. ഒരു കുട്ടിക്ക് ഓട്ടിസോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലായാൽ അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ്, കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഫോം ചെയ്യാൻ നോക്കുക. പിന്നെ വരുന്നത് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ സൈൻസ് ആണെങ്കിൽ തന്നെ ഒരു 2-3 വയസ്സ് തൊട്ട് തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡൗട്ട്സിന് ഓർ കൺക്ലൂഷൻസിന് ചാൻസ് കൊടുക്കാണ്ട് അറ്റ് ദ ഏർലിയസ്റ്റ് പറ്റുന്ന പോലെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്സ് പോലെ ബാക്കി കാര്യങ്ങൾ നോക്കുക. വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹോം ട്രെയിനിങ് ആണ്. അല്ലെങ്കിൽ ഹോം അസൈൻമെൻറ്റ്സ് ചിലപ്പോൾ അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് ഒക്കെ അവിടുത്തെ തെറപ്പിസ്റ്റോ അവർ അലോട്ട് ചെയ്തിട്ടുണ്ടാവും കുട്ടിക്ക്. അപ്പോൾ കുട്ടി അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് കാര്യം ഉറപ്പുവരുത്തുക. കൺസിസ്റ്റൻസി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഒരു കുട്ടി അവർ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഓരോ അപ്പോയിൻമെൻറ്റിനും കുട്ടിയെ എത്തിക്കാൻ ശ്രമിക്കുക. ആ ടൈമിങ്ങും ഓരോ ഷെഡ്യൂളും മിസ് ചെയ്യാണ്ട്, അതും പേരൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നുണ്ട്. സോ ഓവറോൾ മെയിൻ ആയിട്ട് വരുമ്പോൾ പേരൻസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ്, ബി വിത്ത് യുവർ ചൈൽഡ്, ഫോം എ വെരി ഗുഡ് സപ്പോർട്ട് സിസ്റ്റം ഫോർ യുവർ ചൈൽഡ്. അപ്പോൾ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളതിലോ നിങ്ങൾക്ക് അറിയാവുന്നതോ ആരെങ്കിലും ഇത്തരം ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് അവരെ ഒരു പ്രൊഫഷണൽ കെയർ ഗിവറുടെ അടുത്തോ പ്രൊഫഷണലുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുക. So always remember, early intervention and early detection is always the best thing to do. Autism and humanity. Every life has value. Thank you.